നമസ്കാരം. ആലുവയിൽ നിന്ന് കാണാതായ 12-കാരിയെയും ആൺ സുഹൃത്തിനെയും മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. കൊല്ലം ഓച്ചിറ ക്ലാപ്പന സ്വദേശിയായ 25 വയസ്സുള്ള അഭിജിത്ത് എന്ന ചെറുപ്പക്കാരനെതിരെയാണ് ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചു എന്ന വകുപ്പുകൾ പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ഇയാൾക്കെതിരെ ചുമത്തുകയായിരുന്നു. പെൺകുട്ടിയുമായി മാസങ്ങളായി അടുപ്പത്തിലായിരുന്ന പ്രതി കുട്ടിയുമായി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പൂനെയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. വ്യാഴാഴ്ച രാവിലെയോടെ ഇരുവരെയും ആലുവയിലെത്തിച്ചു. പിടിയിലായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ആലുവ റൂറൽ എസ് പി സുദർശനൻ എസ് അറിയിച്ചു. കുടുംബവുമായി അകന്നു കഴിയുന്ന ഇയാൾ മുൻപും ചെറായി ഭാഗങ്ങളിൽ ഐസ്ക്രീം കച്ചവടം നടത്തി വരികയായിരുന്നു. 2023 ഇയാൾക്കെതിരെ കൊല്ലത്ത് ലഹരി കേസ് നിലവിലുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ചുള്ള ബസ് യാത്രക്കിടയിലാണ് അഭിജിത്ത് പെൺകുട്ടിയുമായി ആദ്യമായി സംസാരിക്കുന്നതും തന്റെ ഇൻസ്റ്റഗ്രാം ID കൈമാറി പരിചയപ്പെടുന്നതും. പിന്നീട് ഇവർ ഇൻസ്റ്റഗ്രാം വഴി ബന്ധം തുടരുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 25 ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതാകുന്നത്. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനെന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി വൈകുന്നേരമായിട്ടും തിരിച്ചെത്തിയില്ല. തുടർന്ന് രാത്രി 8:30യോടെയാണ് കുട്ടി വീട്ടിലില്ലെന്ന വിവരം വീട്ടുകാർ തിരിച്ചറിയുന്നത്. രാത്രി 10 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആലുവ ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വീട് വിട്ടിറങ്ങിയപ്പോൾ പെൺകുട്ടി വല്യമ്മയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും കൂടെ കരുതിയിരുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതിനാൽ തുടക്കത്തിൽ സൈബർ സെല്ലിന് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് പെൺകുട്ടിയുടെ സഹപാഠികളെയും കൂട്ടുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നിർണായക സൂചന ലഭിക്കുന്നത്. ഒരു സഹപാഠി കാണിച്ചു കൊടുത്ത ഇൻസ്റ്റഗ്രാം ഫോട്ടോയിൽ നിന്നാണ് കുട്ടിക്കൊപ്പം ഓച്ചിറ സ്വദേശിയായ അഭിജിത്താണ് ഉള്ളതെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. ഇതിനിടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആകുന്നതായി പോലീസ് കണ്ടെത്തി. അന്വേഷണ സംഘം പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ID വ്യാജ സന്ദേശം അയച്ചതാണ് ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇടയാക്കിയത്. ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കാസർഗോഡ്, മംഗലാപുരം, ഗോവ, മുംബൈ വഴി ഇവർ സഞ്ചരിക്കുന്നതായി വ്യക്തമായി. മുംബൈയിലെ താനെ, അന്തേരി, ധാരാവിച്ചേരി പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ലൊക്കേഷൻ കാണിച്ചതോടെ കേരള പോലീസ് ഉടൻ തന്നെ മുംബൈ പോലീസുമായി ബന്ധപ്പെടുകയും ഇരുവരുടെയും വിവരങ്ങളടങ്ങിയ ക്രൈം കാർഡുകൾ കൈമാറുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ ഇരുവരും തിരിച്ചുള്ള യാത്രയിലാണെന്ന് പോലീസിന് ലൊക്കേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പൂനെയിലെത്തിയ ഇവർ ഡൽഹിയിലുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിന്റെ സഹായത്തോടെ അങ്ങോട്ട് കടക്കാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. സുഹൃത്ത് വാഗ്ദാനം ചെയ്ത സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. തുടർന്ന് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിലൂടെ ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത കേരള പോലീസ് മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ 4 അന്വേഷണ സംഘത്തെ ട്രെയിനിലേക്ക് അയച്ചു. പൂനെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി തിരച്ചിൽ നടത്തിയ പോലീസ് സംഘം പെൺകുട്ടിയും അഭിജിത്തിനെയും സാഹസികമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 6 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്. പെൺകുട്ടിക്ക് മതിയായ കൗൺസിലിംഗ് കൊടുത്ത ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനും വിധേയമാക്കും. രണ്ടുപേരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിലും യുവാവിന്റെ ഫോണിലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളാണ് ലൊക്കേഷൻ കണ്ടെത്താൻ തുണയായത്. നിസാമുദ്ദീൻ ട്രെയിനിൽ കയറി ഇവരെ പൂനെയിൽ വെച്ചാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് പിടികൂടാനായത്. അന്വേഷണം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്ന് SI സതീശൻ പറഞ്ഞു. 3000-ലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് പ്രതിയും പെൺകുട്ടിയും കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷനാണ് സഹായകരമായതെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ ലൊക്കേഷൻ കാസർഗോഡായിരുന്നു. ഇവിടെ നിന്ന് അവിടേക്ക് യാത്ര സമയം 8 മണിക്കൂറാണ്. വല്ലപ്പോഴും മാത്രമാണ് അവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്നത്. സൈബർ സെൽ അപ്പോൾ വിവരം തന്നിരുന്നു. കാസർഗോഡ് എത്തിയപ്പോൾ അവരുടെ ലൊക്കേഷൻ മംഗലാപുരം, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവരുടെ ലൊക്കേഷൻ മുംബൈ അതിർത്തി കടന്നിരുന്നു. സുഹൃത്തിന്റെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിച്ചിരുന്നു. രണ്ടും കൽപ്പിച്ച് മഹാരാഷ്ട്രയിലേക്ക് പോയി എങ്ങനെയെങ്കിലും ഇവരെ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം. 3000-ലേറെ കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസം മാത്രം 1400 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ഇരുവരെയും നാട്ടിലെത്തിക്കാനായെന്ന് SI പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെയോടെ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഡൽഹിയിൽ സഹായം വാഗ്ദാനം ചെയ്ത ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും റൂറൽ SP വ്യക്തമാക്കി.